ഒരു അലട്ടലും ഇല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്തു. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പം 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പം 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലുള്ള ഈ സ്ഥലത്താണ് ഫെബ്രുവരി 26-ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിട്ടത്. ഇവിടെയായിരുന്നു വേദി. ആ തറക്കല്ലിട്ട ഫലകം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ ചില വാർത്തകളൊക്കെ വന്നതിനെ തുടർന്ന് അത് കോൺഗ്രസ് നേതാക്കൾ എടുത്തു മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് മാർച്ച് 10-ആയി. ഒരു വീടിന്റെ തറയ്ക്ക് വേണ്ടി കുഴിയെടുക്കാനോ ഒരു കല്ലെടുത്തു വെക്കാനോ അല്ലെങ്കിൽ കല്ല് ഇറക്കിയിട്ട് പോലുമില്ല. ഇവിടെ കുറച്ച് അസംസ്കൃത വസ്തുക്കളുണ്ട്. അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ടാറിംഗ് പ്ലാന്റിൻ്റെതാണ്. കോൺഗ്രസിന്റെ വീടിനായി ഒരു ലോഡ് കല്ല് പോലും ഇവിടെ ഇറക്കിയിട്ടില്ല, ഒരു കുഴി പോലും എടുത്തിട്ടില്ല. മേപ്പാടി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിനായിട്ടോ വീടുകളുടെ നിർമ്മാണത്തിനോ എന്തെങ്കിലും അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ഞാൻ പോകുന്നു. ബൈ.